ഹായ്. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂളുകളിലാണ്. അപ്പം ഞാൻ അവിടെ നോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സ്കൂളുകളിൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് നടക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ഹ്യൂമൻ റിസോഴ്സിനെയാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ സംഭവിക്കുന്നത് പലപ്പോഴും അവർ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും അക്കാദമിക്കലായിട്ടുള്ള ട്രെയിനിങ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസും ചെയ്യാറുണ്ട്. പക്ഷേ ഒരു സ്കൂളിൽ ഒരുപാട് ടീച്ചേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത് പലപ്പോഴും കാണാറില്ല. കാരണം അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നുള്ളതാണ്. അതിന്റെ ഒരു കാരണം ഈ ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്കൂളിലെ ജോലി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ബിസി ഷെഡ്യൂളിലാണ്. ഈവൻ ഫ്രീ അവേഴ്സ് ഉണ്ടാകുമ്പോൾ പോലും അവർക്ക് സബ്സ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ മറ്റു വർക്കുകളോ പേപ്പർ വാല്യുവേഷനോ ഒക്കെ ആയിട്ട് ഒരുപാട് വർക്കുകളൊക്കെ വരുന്നതുകൊണ്ട് അവർക്ക് ഒരു ടീം ആവാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. അപ്പം ഈ സ്കൂളുകൾ മിസ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് ആണ് ടീം ബിൽഡിംഗ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പർപ്പസ്ഫുള്ളി ആയിട്ടുള്ള അവരെ ടീം ബിൽഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും എൻ്റെ പ്രോഗ്രാമുകൾ പലപ്പോഴും ഇപ്പം കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് ഇപ്പം നോർത്ത് ഈസ്റ്റിൽ നിന്ന് പോലും പബ്ലിക് സെക്ടർ കമ്പനികളുടെ അണ്ടറുള്ള സ്കൂളുകൾ കേരളത്തിലേക്ക് വരികയും ഇവിടെ വെച്ച് ടീം ബിൽഡിംഗ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അപ്പം ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ ആ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ എന്നതിൽ നിന്ന് മാറിയിട്ട് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ട ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ടീം ബിൽഡിംഗ് പ്രോഗ്രാംസ് ചെയ്യുക, ടീച്ചേഴ്സിനെ ടീമാക്കുക എന്ന് പറയുന്നത്.